ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവർദ്ധൻ വന്ന് അലീനയോട് വിവരങ്ങളെല്ലാം പറയുക. അവന്മാർ ചെയ്തു കൂട്ടിയ തെണ്ടിത്തരങ്ങളെല്ലാം നാളെ പത്രത്തിൽ വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ പീഡനക്കേസുകൾ പത്രത്തിൽ കണ്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ അലീനയോട് ചോദിക്കുക കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും നോക്കാൻ എന്നെയാണ് ബാലേട്ടൻ ഏൽപ്പിച്ചിരിക്കുന്നത്, വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഗോവർദ്ധൻ ഇങ്ങനെ അലീനയോട് പറയണു. അപ്പോൾ അത് കേട്ടപ്പോൾ അങ്കിള് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, അച്ഛൻ്റെ അടുത്ത് നിന്നാൽ മതിയെന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അലീനയാണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ഗോവർദ്ധനങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്താ അങ്കിളെ അവളോട് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഓടിച്ചെന്നു ഈ ബബിതയൊക്കെ. അന്നേരം വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ വേണ്ടി ചെന്നതാണ്. അച്ഛൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ബബിതയെ രോഹിയേട്ടനെ പോലീസ് പിടിച്ചു, ഒരു വക്കീലിനെ വെച്ച് ജാമ്യത്തിലിറക്കിയാൽ പോരെ എന്ന് ബബിതയുടെ വകയൊരു ചോദ്യം. അതൊക്കെ നടക്കുമെന്ന് നോക്കണമെന്ന് പറഞ്ഞു ഗോവർദ്ധൻ അന്നേരം ബബിതയോട്. അപ്പോൾ ബബിത ഇങ്ങനെ നോക്കുക കേട്ടോ. ഞങ്ങളോട് എന്താ ഒന്നും പറയാത്തേ എന്ന് ബബിത ചോദിച്ചു. എല്ലാം അലീന മാത്രം അറിഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബബിത വലിയ ഇതായി കഴിയുമ്പോഴത്തേക്കും രോഹിത് ഇങ്ങനെ നോക്കുക ഗോവർദ്ധൻ അലീനയെ. ഞങ്ങളാണോ അച്ഛൻ്റെ മക്കള് എന്ന് ചോദിക്കുമ്പോൾ അന്തം വിട്ടിങ്ങനെ അലീനയൊക്കെ നോക്കുവാണ്. അപ്പോൾ കൃഷ്ണയൊന്നും മിണ്ടുന്നില്ല. അതോ ഞങ്ങളിവിടുത്തെ ജോലിക്കാരാണോ, അവളോട് മാത്രം ചർച്ചയും കൂടിയാലോചനയൊക്കെ എന്താ എന്നൊക്കെ ചോദിച്ച് ഗോവർദ്ധനെ ചോദ്യം ചെയ്യുക. ഞങ്ങൾക്ക് അവളുടെ അത്രയും സൗന്ദര്യമില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നു കൊച്ചേ, നീ ആദ്യം ഒന്ന് നിലത്ത് നിൽക്കാൻ പറഞ്ഞു ഗോവർദ്ധൻ ഈ ബബിതയോട്. നിന്റെ അമ്മ 2 കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും നിന്റെ അച്ഛൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും പറഞ്ഞു. അതേ ഹോസ്പിറ്റലിൽ ICUയിലാണ് നിന്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്നും ബബിതയ്ക്ക് പ്രശ്നമല്ല. നിന്റെ ആങ്ങളെ ബലാത്സംഗ കേസിൽ പോലീസിന്റെ ഇടിയും വാങ്ങിച്ച പോലീസ് ക്യാമ്പിൽ കിടക്കുകയാണെന്നും പറഞ്ഞു. ബബിതയുടെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടി, നിലത്ത് നിർത്താൻ വേണ്ടിയിട്ട് കൃഷ്ണൻ നിന്ന് കരയുക. നാളെ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലുണ്ടല്ലോ നാട്ടുകാർ നിന്റെ നേരെ കല്ലെറിയും, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് എൻ്റെ പൊന്നു കൊച്ച് അഹങ്കരിക്കാതെ നിലത്ത് നിൽക്കാൻ പറഞ്ഞു. പിന്നെ നിന്നോട് കുറെ വിവരങ്ങൾ പറഞ്ഞ നിന്നെ എന്തിനു കൊള്ളാമെന്ന് ബബിതയോട് ചോദിക്കാം. വല്ലതും ചെയ്യാൻ കൊള്ളാവോ, നിന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ അറിയാമോ നിനക്ക്? അപ്പോൾ അലീന നിന്നിങ്ങനെ ഭയങ്കര വിഷമിച്ചിങ്ങനെ നിൽക്കുക. അത്രയും പറഞ്ഞിട്ട് ഗോവർദ്ധൻ അങ്ങ് ഇറങ്ങിപ്പോയി. ഗോവർദ്ധൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അലീന ബബിതേ നിനക്ക് എന്താ അറിയേണ്ടത് ഞാൻ പറയാമെന്ന് പറഞ്ഞു, എന്നോട് ചോദിക്കാനും പറഞ്ഞു. അത് കേട്ടപ്പം നിനക്കാണ് ഇവിടുത്തെ മീഡിയയുടെ കുത്തക അല്ലേടി എന്ന് ബബിത ചോദിക്കാം. നീ ചിരിച്ചും കണ്ണു കാണിച്ച് എല്ലാവരെയും വശത്താക്കി വെച്ചിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന ഒന്ന് ബബിതയെ നോക്കി. അതെ, അതുകൊണ്ടാ പറഞ്ഞത്, നിനക്ക് എന്തറിയണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതിയെന്ന്. അങ്ങനെ നീ പറഞ്ഞിട്ട് എനിക്ക് ഒന്നും അറിയണ്ടെന്നായി പിന്നെ ബബിത. മറ്റുള്ളവർക്ക് നീ വലിയ ആളായിരിക്കും, എനിക്ക് നീ വെറും പുല്ല, എൻ്റെ തലമുടി നാരിന് വില പോലും ഇല്ല നിനക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പറയുവാണ്. അതും പറഞ്ഞിട്ട് ഈ ബബിത അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ബബിത പോയി കഴിഞ്ഞപ്പോൾ അലീന കൃഷ്ണയെ സമാധാനിപ്പിച്ച് അവിടെ നിൽക്കുക. അലീന അകത്തേക്ക് കയറിപ്പോയി. കൃഷ്ണ ഭയങ്കര കരച്ചില്ല. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഹരിയുടെ വീട് വളഞ്ഞു. എല്ലാം കൂടെ തല്ലി ഉടച്ച് കല്ലെറിഞ്ഞൊരു പരുവാക്കുക. ഇറങ്ങി വാടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മനു അവിടെ ഇരുന്ന് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോഴത്തേക്കും മനു വാതിൽ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വന്ന് മനുവിൻ്റെ മുറിയിൽ വാതിലിൽ കൊട്ടണം. അപ്പോൾ മനു വന്ന് വാതിൽ ഓർന്നു. എന്നാന്ന് ചോദിച്ചു. ഒരിടത്ത് ഇരിക്കാനും സമ്മതിക്കില്ലേന്ന് ചോദിക്കും. കുറേ ആൾക്കാർ വന്നിട്ട് ഗേറ്റ് അടിച്ച് പൊളിക്കുവാടാ എന്ന് പറഞ്ഞു. കല്ലൊക്കെ വലിച്ചെറിയുന്നുണ്ടടാ, തെറി വിളിക്കാടാ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുമ്പം അതിന് ഞാൻ എന്നാ വേണമെന്ന് ചോദിച്ചു മനു. അങ്ങോട്ടൊന്ന് ചെല്ലടാ എന്ന് പറയുമ്പോൾ ഇളയ മകനില്ലേ ഹരി, അമ്മ വളം വെച്ച് കൊടുത്ത് വലിയ ആളാക്കി വിട്ടവൻ, അവനെ തേടി വന്നതാ. അവന് പൂമാല ഇട്ട് കൊടുക്കാൻ വന്നതാ. അത് ഞാൻ ചെന്ന് സ്വീകരിക്കണം അല്ലേ എന്ന് മനു ചോദിച്ചു. മോനെ നീ ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ല, എന്തെങ്കിലും ഒന്ന് പറയടാ എന്നൊക്കെ പറഞ്ഞ് കമല. നീ പോലീസിനെ വിളിച്ച് പറയടാ എന്ന് പറഞ്ഞു. മനു ഒരു ഹോസ്റ്റലില്ലാതെ നിൽക്കാം, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി ഇതൊക്കെ അടിച്ച് പൊളിക്കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ പറഞ്ഞ് കരയുക. അപ്പോഴത്തേക്ക് നാട്ടുകാർ വീടിൻ്റെ മതിലിൻ്റെ മേളിൽ കയറി കല്ലെടുത്ത് എറിഞ്ഞു. അപ്പോഴത്തേക്കും മനു അവിടെ ബാൽക്കണിയിൽ വന്നു. വായി നോക്കി നിൽക്കാതെ ഇറങ്ങി വാടാന്ന് പറഞ്ഞ് നാട്ടുകാർ. അങ്ങനെ നാട്ടുകാരുടെ വായിലിരിക്കുന്ന മുഴുവൻ അമ്മയും മോനും കൂടെ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് വണ്ടി അങ്ങോട്ടേക്ക് വന്നു. പോലീസ് വണ്ടി വന്നിട്ട് ഇവരെല്ലാവരെയും കൂടെ അവിടെ നിന്ന് ഓടിച്ചു വിടുക. നിനക്കൊക്കെ വീട് തല്ലി പൊളിക്കണോടാ, തീ വെക്കണോടാ, നിന്റെ പേരും അഡ്രസ്സും പറയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാർ ആ നാട്ടുകാരെ മുഴുവൻ പിടിക്കാൻ നോക്കുക. അപ്പം ജീവനും കൊണ്ട് എല്ലാവരും ഓടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒക്കെ ഒരു കോപ്രായം. നേരെ നട്ടല് നിവർത്തി നിന്ന് വർത്താനം പറയുന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് SI അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. മനു ഇതെല്ലാം മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു.
കൈതക്കൽ മാളിക വീടിൻ്റെ നേരെ കല്ലേറ്, തെറിവിളി, അങ്ങനെ ഭൂകമ്പങ്ങൾ ഒരുപാടുണ്ടായി. ഇത് കഴിഞ്ഞതിന് ശേഷം മനു വന്ന് വെള്ളം കുടിക്കുമ്പോൾ അമ്മ പതുങ്ങി പതുങ്ങി വന്നിട്ട് അവരൊക്കെ പോയോ മോനെ എന്ന് ചോദിക്കുക മനുവിനോട്. ഇപ്പോൾ ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോടാ എന്ന് പറയുമ്പോൾ ഒരു പോലീസ് ജീപ്പ് കണ്ടപ്പോൾ അവരെല്ലാവരും വരണ്ട് ഓടിപ്പോയെന്ന് പറഞ്ഞു മനു. നാട്ടുകാർ കൂടി ഇങ്ങനെ തുടങ്ങി നമ്മൾ എന്നാ ചെയ്യൂടാ അതായി നമ്മളിങ്ങനെ വീട് അടച്ചു പൂട്ടി ഇതിനകത്ത് ഇങ്ങനെ കയറി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു മനു. എടാ മോനെ ഹരിയുടെ കാര്യം അന്വേഷിക്കണ്ടേടാ എന്ന് ചോദിക്കുക. അത് പോലീസ് വേണ്ടുന്നതുപോലെ അന്വേഷിക്കുന്നുണ്ടമ്മയെന്ന് പറഞ്ഞു. എടാ നമ്മൾ ആരെങ്കിലും പോയി കാണണ്ടേടാ പോലീസുകാരെ എന്ന് കമല ചോദിക്കുക. ഇല്ലെങ്കിൽ ഹരി ആരും ഇല്ലാത്തവനാണെന്ന് വിചാരിച്ചാൽ പോലീസുകാർ അവനെ തല്ലി ചതക്കില്ലേ എന്ന് ചോദിക്കുക കമല. ഇത് കേട്ടപ്പോൾ ഹരി എല്ലാവരും ഉള്ളവനാണെന്ന് പോലീസിന് നന്നായിട്ട് അറിയാം. അവൻ്റെ അച്ഛൻ ശിവശങ്കര മേനോൻ ഗൾഫിൽ പോയി പണിയെടുത്ത് കാശുണ്ടാക്കുന്നുണ്ടെന്നും അറിയാം. ഒന്നും അറിയാത്ത പൊട്ടന്മാരൊന്നും അല്ല പോലീസുകാർ. മനസ്സിലായോ അമ്മയ്ക്കെന്ന് ചോദിച്ചു. എടാ പോലീസിന് കുറച്ച് കാശ് കൊടുത്തിട്ട് ഹരിയെ ഒരുപാട് തല്ലി ചതക്കില്ലെന്നെങ്കിലും പറയത്തില്ലേടാ എന്നൊക്കെ ചോദിക്കുക അമ്മ. കിട്ടാനുള്ളതൊക്കെ ഇതിനോടൊക്കെ അവന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി സബ് ജയിലിൽ ചെല്ലുമ്പോൾ ബാക്കിയുള്ളതും കൂടെ കിട്ടിക്കോളും. പോലീസ് ഇടിച്ചില്ലെങ്കിലേ അവിടുത്തെ സെല്ലിൽ കിടക്കുന്ന വേറെ തടവുകാരില്ലേ അവരെടുത്തിട്ട് കൊടുത്തോളും. അതിലോത്തമ്മ വിഷമിക്കണ്ട. പിന്നെ നാളെ വിവരം അറിയാം. ഇവന്മാർ 4 പേരും കൂടെ ചേർന്നൊരു പെങ്കൊച്ചിനെ പിച്ച് കീറിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നീ എന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണോടാന്ന് ചോദിച്ചു. അമ്മ പേടിക്കണം, അമ്മ പേടിച്ചേ പറ്റൂ എന്ന് മനു പറയണു. അമ്മയ്ക്ക് ഒരു പേടിയില്ലായിരുന്നല്ലോ ഇളയ മോനെ പറ്റി. ഞാൻ അവൻ്റെ കാര്യം വല്ലതും പറയുമ്പോൾ എന്നെ കടിച്ചു കയറാൻ വരുമായിരുന്നല്ലോ. അതായിരുന്നല്ലേ പതിവ് അല്ലേ? ഇനി കുറച്ച് നേരം അമ്മ പേടിക്ക്, അതാ നല്ലത്. ഹരി ഒറ്റയ്ക്കല്ലല്ലോ, ബാലചന്ദ്രൻ്റെ മോനും ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കമല നിൽക്കുക. അപ്പം അത് വലിയൊരു ആശ്വാസം അമ്മയ്ക്കല്ലേ എന്ന് മനു അന്നേരം ചോദിച്ചു കേട്ടോ. ഞാനൊരു കാര്യം അമ്മയോട് ചോദിച്ചോട്ടെ. ശരിക്കും അലീനയല്ല ഇതിനൊക്കെ കാരണം, അവളല്ലേ ഇതിനൊക്കെ കാരണം, ശരിയല്ലേ മേ? അപ്പം സംശയം എന്തുവാ? നിനക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. അവൾ ഒറ്റ ഒരുത്തിയാ സർവനാശം ഉണ്ടാക്കി വെച്ചതെന്നും പിന്നെ 2 കുടുംബം നശിപ്പിച്ചതും അവളാണെന്നൊക്കെ പറയുമ്പോൾ കൊള്ളാം. മനു അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചതേ. സമ്മതിച്ച് തന്നിരിക്കുന്നു ഞാൻ. ഈ ജന്മത്ത് നന്നാവത്തില്ല. ഈശ്വരൻ വിചാരിച്ചാലും രക്ഷയില്ല. തലയ്ക്കകത്തെ വൈറസാ, കോവിഡ് വൈറസിനേക്കാളും വലിയ വൈറസ്. അപ്പോഴത്തേക്കും മനു എന്ന് പറഞ്ഞ അകത്തുനിന്ന് വിളി, മുത്തശ്ശിയുടെ വിളി. മനു മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം മനു ചെന്നപ്പം ഇതെന്തുവാ ഇത്, എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ചോദിച്ചു മനു വന്ന്. എടാ മോനെ, ഞാൻ എത്ര നേരം കൊണ്ട് ഓരോരുത്തരെ വിളിക്കുവാടാ. അപ്പം എന്നാ മുത്തശ്ശി, എന്നാ കാര്യം, വിശക്കുന്നുണ്ടോ? കാപ്പി ചായ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. എടാ എനിക്കൊന്നും വേണ്ട. എടാ ഇവിടെ എന്തൊക്കെയാടാ നടക്കുന്നേ? ഓരോരുത്തൻ കുറച്ച് മുന്നേ വന്ന് മതിൽ കയറി തെറി വിളിക്കുന്ന കേട്ടോ, എന്നാത്തിനാടാ എന്ന് മുത്തശ്ശി ഇങ്ങനെ മനുവിനോട് ചോദിക്കാം. നിങ്ങൾ ആരും അതൊന്നും കണ്ടില്ലടാ, ഗേറ്റിന് അടിക്കുന്ന ഒച്ചയൊക്കെ കേട്ടല്ലോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മനു ചെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഇരുന്നു. പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ദേ ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എന്നാ പ്രശ്നം? ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം. ഞാനത് മറച്ചു വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ മുത്തശ്ശി എല്ലാം അറിയുമെന്ന് പറഞ്ഞു. മനു വിശദീകരിച്ച് എല്ലാം മുത്തശ്ശിയോട് പറയുക. അതെല്ലാം കേട്ട് മുത്തശ്ശി പൊത്തിപ്പിടിച്ച് അലറി കരയുക. കൂടെ ഉണ്ടായിരുന്ന 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന കാര്യവും പറഞ്ഞു. അയ്യോ എൻ്റെ ഗുരുവായൂരപ്പ, ഇതൊക്കെ എന്നാ മോനെ, ഇതൊക്കെ എന്നാടാ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി കരയാം. ഇപ്പോഴാ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇന്നലെ മുത്തശ്ശി സംഭവമൊക്കെ നടന്നത്. ഇന്ന് രാവിലെ വെളുപ്പിനെ ഹരി കൂട്ടുകാരുടെ വീട്ടിൽ പോയായിരുന്നു. അവൻ്റെ കൂട്ടുകാരുടെ കൂടെ അവനെയും പിടിച്ചത്. അർജൻറ്റായിട്ട് കാണുമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോയതാ ഹരിയെ. അവനവിടെ ചെന്നപ്പോൾ പോലീസ് അവിടെ ഉണ്ടായിരുന്നു. മറ്റവനെ ആദ്യം പോലീസ് പിടികൂടിയിട്ട് അവനെ കൊണ്ട് ഹരിയെ വിളിപ്പിച്ചതാണെന്ന കാര്യവും പറയാം. ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം മുത്തശ്ശി. അപ്പോൾ ചതിയല്ലേടാ മോനെ അതൊന്നും മുത്തശ്ശി ചോദിക്കുന്നേ. അപ്പോൾ കഥയറിയാതെ പോലീസിൻ്റെ വയലോട്ട് ചെന്ന് വീണു. ഹരിയെ പോലീസ് പിടിക്കണ്ടായിരുന്നു മുത്തശ്ശി എന്ന് മനു അന്നേരം ചോദിച്ചു. അല്ല മോനെ, അത് നമ്മുടെ ചെറുക്കനല്ലേടാ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മനു അന്തം വിട്ട് മുത്തശ്ശിയെയും നോക്കുക. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനുവിനും മനസ്സിലായി. കൊള്ളാം, മുത്തശ്ശിയുടെ ന്യായം എന്തായാലും കൊള്ളാം കേട്ടോ എന്ന് മനു പറയണേ. എന്നാ വേറൊന്നുകൂടി കേട്ടോ. വൈജയന്തിയുടെ മകനുണ്ടല്ലോ രോഹിത്ത്, അവനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞ് വായും പൊത്തിപ്പിടിച്ച് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക. അവനും ഇതിനകത്ത് പ്രതിയാണെന്ന കാര്യം മനു പറയുമ്പോൾ കണ്ണ് തള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അയ്യോ എന്നും പറഞ്ഞൊരു ഒറ്റ കരച്ചിൽ. എന്താ ദേ പത്രത്തിൽ വാർത്ത, 4 പ്രതികളുടെ ഫോട്ടോ, ഇതെല്ലാം വരാൻ പോവാ. പെൺകുട്ടിയെ പീഡിപ്പിച്ച 4 സംഘം, ഇതൊക്കെയാണ് വരാൻ പോണത്.
ഒന്നാം പ്രതി കൈതക്കൽ വീട്ടിൽ മാളിയ വീട്ടിൽ ഹരിശങ്കർ. അപ്പോൾ രണ്ടാം പ്രതി നെടുമ്പുരയ്ക്കൽ രോഹിത് ബാലചന്ദ്രൻ. അപ്പോഴത്തേക്കും ചെവി പൊത്തിപ്പിടിച്ച് എനിക്ക് കേൾക്കണ്ടായേന്നും പറഞ്ഞുകൊണ്ടിരുന്ന കരയാം. അപ്പോൾ കേൾക്കാതെ പറ്റത്തില്ല മുത്തശ്ശി കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു മനു. അയ്യോ വൈജ ഇതെങ്ങനെ സഹിക്കോടാ മോനെ എന്നും ചോദിച്ചുകൊണ്ട് കരച്ചില്. അപ്പോൾ സഹിച്ചേ പറ്റൂ. ഭർത്താവിനെയും ആങ്ങളമാരെയും അമ്മയെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ചാടുമ്പോഴേ ഓർക്കണം ഇങ്ങനത്തെ തിരിച്ചടികളൊക്കെ ഉണ്ടാകുമെന്ന്. മനു പറഞ്ഞതിനൊന്നും മറുപടിയില്ല മുത്തശ്ശിക്ക്. അവനവന് ജയിക്കാൻ വേണ്ടി ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുമ്പോഴേ തോറ്റുപോകുന്നത് സ്വന്തം മക്കളാ. അപ്പം എടാ മക്കളെ, അവളെന്നാ പിഴച്ചേടാ, ബാലചന്ദ്രനല്ലേ തോന്നിവാസം നടന്നതും കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പോയതുമെന്നും അമ്മ ചോദിക്കാം. മകളാണെന്നും പറഞ്ഞ് ഒരുത്തിയെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. അത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മകളെന്താ പിഴച്ചില്ലായിരുന്നു എന്ന് മനു അന്നേരം മുത്തശ്ശിയോട് ചോദിക്കുക. ഞെട്ടി മുത്തശ്ശി ഇങ്ങനെ മനുവിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. കറക്റ്റ് ചോദ്യം മനു ചോദിച്ചപ്പം ആഗ്രയിൽ പോയി താമസിച്ച കാലത്ത് ഒരുത്തൻ്റെ കൂടെ നടന്ന് ഗർഭിണിയായതോ എന്ന് മുത്തശ്ശിയോട് മനു ചോദിച്ചു. അപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ നാക്കിറങ്ങിപ്പോയി, മിണ്ടാട്ടമില്ല. നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുത്തശ്ശിയും രാവുണ്ണി അമ്മാവനും കൂടി അതീവ രഹസ്യമായി പ്രസവം നടത്തിയതോ? മുത്തശ്ശിക്കും എല്ലാം പറയാനുണ്ടോ? ആ കുഞ്ഞിനെ വല്ലയിടത്തും കൊണ്ടുപോയി എറിഞ്ഞിട്ട് ചത്തുപോയെന്ന് കള്ളം പറഞ്ഞതോ? വല്ലതും പറയാനുണ്ടോ? മിണ്ടാട്ടം മുട്ടിപ്പോയി. അപ്പോൾ ഒന്നും പറയാനില്ല. അന്തം വിട്ട് കൊന്തം വിഴുങ്ങി ഇങ്ങനെ ഇരിക്കുക മുത്തശ്ശി. മനു അത് ചോദിക്കുമെന്ന് മുത്തശ്ശി സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. മുത്തശ്ശിയുടെ നാവ് ഇറങ്ങിപ്പോയി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നല്ല പിള്ള ചമയ്യ. നാണമില്ലേ നിങ്ങൾക്കാർക്കും? ഉളുപ്പില്ലേ നിങ്ങൾക്കാർക്കും ഒന്നും? മനു മുത്തശ്ശിയോട് ചോദിച്ച തല കുനിച്ച് ഇങ്ങനെ ഇരിക്കുക. മുത്തശ്ശി ആരുടെ മുഖത്ത് നോക്കാതെ. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അവനവൻ്റെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. ഞാൻ നല്ലതാണോ, അല്ലെങ്കിൽ സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, സതുദ്ദേശം മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ? എല്ലാം മനസ്സിലായോ? അപ്പോൾ എടാ മോനെ, എന്നാലും എന്നോട് ഇങ്ങനെ എന്ന് മുത്തശ്ശി മനുവിനോട് ചോദിക്കുക. അത് കേട്ടപ്പോൾ മുത്തശ്ശി, നിങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമാണ് അടുത്ത തലമുറ അനുഭവിക്കുന്നത്. അത് മുത്തശ്ശിക്ക് അറിയാമെന്ന് ചോദിച്ചു. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, അറിയാവോ? അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ മനു പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഏതൊരു കർമ്മത്തിനും അതിൻ്റേതായ പ്രതിഫലം കിട്ടിയിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് സത്കർമ്മമായാലും ദുഷ്കർമ്മമായാലും അങ്ങനെയാണ്. ചിലപ്പോൾ തലമുറകൾ കഴിഞ്ഞിട്ടായിരിക്കും അത് കിട്ടാൻ പോണത്. അനുഭവിക്കാതെ പോവില്ല. അപ്പം കണ്ടില്ലേ, നിങ്ങളന്ന് ആ കുട്ടിയോട് ചെയ്തതിൻ്റെ ഇന്ന് നിങ്ങൾക്ക് ഈ കിട്ടുന്നതെന്നുള്ള രീതിയിലാണ് മനു പറയുന്നത്. ഇനിയിപ്പോൾ എന്നാ ചെയ്യൂടാ മോനെ എന്ന് മുത്തശ്ശി മനുവിനോട് ചോദിക്കണം. ശിവനെയും രാജീവനെയും അപ്പോൾ എല്ലാവരും വിവരം അറിയിക്കണ്ടേടാ മോനെ, അറിയിച്ചോടാ എന്നൊക്കെ ചോദിക്കുമ്പം അമ്മ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അച്ഛൻ യാത്രയിലാണ്, ഞാനും വിളിച്ചു നോക്കിയായിരുന്നു, കിട്ടുന്നില്ല. ഓഫീസിൽ വിളിച്ചപ്പോൾ കമ്പനിക്കാര്യത്തിന് സൗദിയിലോട്ട് പോയെന്നാണ് മറുപടി കിട്ടിയതെന്നുള്ള കാര്യം മനു പറയാം. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മുത്തശ്ശി കിടന്നോ? ഞാനൊരാളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് അങ്ങ് പോയി. മുത്തശ്ശി ചങ്കത്തടി നിലവിളിയായിട്ട് അവിടെ കാറി പോയിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ആ ഒരു സംഭവം ഇന്നത്തെ കഴിഞ്ഞു. ഇനി നാളെ തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഹരി എന്ന് പറഞ്ഞ മഹാത്മാവിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ പോവുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഇനിയും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.